ഹലോ മക്കളെ, എവിടെ തിരപ്പെടുത്തൊക്കെ ഉഷാറല്ലേ? പേടിക്കണ്ടട്ടാ, നമ്മളുണ്ട് കൂടെ. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അപ്പോൾ ഇന്നും നാളെയുമായിട്ട് ശനിയും ഞായറുമായിട്ട് നമ്മൾ നടക്കുന്ന ലൈവുകൾ, അല്ലെങ്കിൽ നമ്മൾ നടത്തുന്ന ലൈവുകൾ 7 മണിക്ക് കറക്റ്റ് നേരെ ഫ്രണ്ട്സിനെയും കൂട്ടി ഇങ്ങോട്ട് പോരുക. പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് താഴെ ലിങ്കിലൂടെ ഒന്ന് കയറുക. കമൻറ്റ് ബോക്സിൽ ലിങ്ക് കാണാം, അത് നേരെ കയറിയിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, ഓൺ ചെയ്ത് വെക്കാം. ലൈക്ക് കടിക്കുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് എല്ലാവരിലേക്കും എത്തിക്കുക. നമുക്ക് കളറാക്കാം. അപ്പോൾ ഒരു പേടിയും പേടിക്കേണ്ട സാർ, ഞാനൊന്നും പഠിച്ചില്ലല്ലോ, ഒന്നും ആയില്ലല്ലോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനലിൽ വരുന്ന കോണ്ടന്റ് വീഡിയോസ് എല്ലാം തന്നെ എന്ത് ചെയ്യുക, ഒന്ന് നോക്കിയേക്കുക. കോണ്ടന്റ് വീഡിയോസിൽ എന്ത് ചെയ്യേണ്ട, ഒരു കോംപ്രമൈസ് വരുത്തേണ്ട. മാക്സിമം കോണ്ടന്റ് വീഡിയോസ് എന്ത് ചെയ്യുക, കാണുക. എസ്സേ ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട് പ്രധാനപ്പെട്ട, അതിൽ നിന്ന് ചോദ്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഇടുന്നുണ്ട്. ഒക്കെ നമ്മൾ പ്രധാനപ്പെട്ട ചോദ്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കണ്ടേക്കുക. ഓക്കെ, മാത്രമല്ല ലൈവ് നേരെ വന്നിട്ട് ഒന്ന് അറ്റൻഡ് ചെയ്യുക, ഉഷാറാക്കാം. ഓക്കെ, ആ ബാക്കി കഥകളൊക്കെ നമുക്ക് പതിയെ പറയാം. അപ്പം ഞാനും ഉണ്ടാവും, മത്സൽ സാർ ഉണ്ടാവും, അഭിരാമി മിസ് ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സെക്കൻഡ് ചാപ്റ്ററിൽ പ്രധാനപ്പെട്ട ഒരു 3 ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. പ്രധാനപ്പെട്ടവരെ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളതാണ്. വളരെ സിമ്പിൾ ചോദ്യങ്ങളാണ്, 2 മാർക്കിൻ്റെ ചോദ്യമാണിത്. ഡിഫൈൻ ജിയോമോർഫിക് പ്രോസസ് ആണ് ചോദിക്കുന്നത്. എന്താണ് ഭൂരൂപ രൂപീകരണ പ്രക്രിയ എന്ന് പറഞ്ഞാൽ, നമ്മുടെ എർത്തിൻ്റെ സർഫസിൽ പലതരം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ഭൂപ്രകൃതി എന്ന് പറയുന്ന ആ ഒരു ടോപ്പോഗ്രഫി എന്ന് പറയുന്നത്, ഇപ്പോൾ വാലീസ്, താഴ്വരകൾ, മൗണ്ടെയ്ൻസ്, ഇങ്ങനെയുള്ള പ്ലെയിൻസ്, സമതലങ്ങൾ, അലുവിയൽ പ്ലെയിൻ, എക്കൽ സമതലങ്ങൾ, ഇത് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നോക്കാം. സിമ്പിളാണ്, വേറെ ഒന്നുമല്ല. ദ പ്രോസസ് ദാറ്റ് ലീഡ് ടു ഫോർമേഷൻ ഓഫ് ലാൻഡ് ഫോംസ് ആർ കോൾഡ് ജിയോമോർഫിക് പ്രോസസ്സ്. രൂപീകരണ പ്രക്രിയ എന്ന് വിളിക്കുന്നത് ഭൂരൂപങ്ങൾ ഉണ്ടാവുന്ന പ്രോസസ്സിനെയാണ്. ഇതിനു വേണ്ടി സഹായിക്കുന്ന നമുക്ക് ഒരുപാട് എക്സ്റ്റേണൽ ഫോഴ്സുകളുണ്ട്, ഒരുപാട് ബാഹ്യ ശക്തികളുണ്ട്. ഈ എക്സ്റ്റേണൽ ഫോഴ്സസിന് നമ്മുടെ ഭൂരൂപ രൂപീകരണ സഹായികൾ എന്ന് പറയും. ജിയോമോർഫിക് ഏജൻസ് എന്നാണ് അവയെ പറയുന്ന പേര്. ജിയോമോർഫിക് ഏജന്റ്, ഭൂരൂപ രൂപീകരണ സഹായികൾ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇതിന് എക്സാമ്പിൾ ചോദിച്ചാൽ എൻ്റെ മക്കൾ എഴുതണം വിൻഡ്, കാറ്റ്, അതുപോലെ റണ്ണിങ് വാട്ടർ. നിങ്ങൾക്ക് റിവർ എന്ന് എഴുതിയാലും ശരിയാണ്, നമ്മളതിന് പൊതുവെ സയൻറ്റിഫിക് ആയിട്ട് പറയുമ്പോൾ റണ്ണിങ് വാട്ടർ എന്നാണ് പറയാം, അല്ലെങ്കിൽ റിവർ വാട്ടർ എന്ന് എഴുതാം, റിവർ വാട്ടർ. അതുപോലെ ഗ്ലേഷ്യർ, ഹിമാനി എന്ന് പറയുന്നത്, ഗ്ലേഷ്യർ, ഹിമാനി എന്ന് പറയുന്നത്, ഇവയെല്ലാം തന്നെ, അല്ലെങ്കിൽ വേവ്, തിരമാല, ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട എന്തെന്ന് പറയുന്നത്, ജിയോമോർഫിക് ഏജന്റ്, ഭൂരൂപ രൂപീകരണം സഹായികൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനൊരു 2 മാർക്കിനുള്ള സാധ്യതയുണ്ട്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് നോക്കാം. അടുത്തത് നമുക്ക് പ്രധാനപ്പെട്ട 4 എന്തുണ്ട്, 4 പ്ലെയിൻ സമതലങ്ങളുണ്ട്. ഏതൊക്കെയാ ഒന്ന് ഓർത്ത് നോക്കി. രാജസ്ഥാൻ സമതലം എന്ന് പറയുന്ന പ്ലെയിൻ, അതിനെക്കുറിച്ചാണ് ഇവിടെ ചോദ്യം വന്നത്. ഇനി അടുത്തത് നമുക്ക് അടുത്തൊരു സമതലമായിട്ട് നമ്മൾ പഠിച്ചതും ഏതാണ്, പഞ്ചാബ് ഹരിയാന സമതലം. പഞ്ചാബ് ഹരിയാന സമതലം എന്ന് പറയുന്ന സമതലത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത് ഗംഗാ പ്ലെയിൻ ആണ്. ഗംഗാ സമതലം എന്ന് പറയുന്നത് ഗംഗാ പ്ലെയിനും. അവസാനമായിട്ട് ബ്രഹ്മപുത്ര സമതലം. ബ്രഹ്മപുത്ര സമതലത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ, ബ്രഹ്മപുത്ര പ്ലെയിൻ എന്ന് പറയുന്ന ബ്രഹ്മപുത്ര പ്ലെയിൻ്റെ മറ്റൊരു ഫീച്ചർ എന്താ, ഒരുപാട് പേരുകളുണ്ട്. ആസാം പ്ലെയിൻ എന്ന് പറയാം, ബ്രഹ്മപുത്ര വാലി, താഴ്വര എന്ന് പറയാം. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന പ്ലെയിനാണ് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഗംഗാ പ്ലെയിൻ്റെ പ്രത്യേകത എന്താ, 3 ഭാഗമായിട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പർ ഗംഗാ പ്ലെയിൻ, ലോവർ ഗംഗാ പ്ലെയിൻ, മിഡിൽ ഗംഗാ പ്ലെയിൻ, ഉപരിഗംഗ, മധ്യഗംഗാ സമതലം, ഓക്കെ, കീഴ്ഗംഗാ സമതലം എന്നൊക്കെ പറഞ്ഞ് 3 ഭാഗങ്ങളായിട്ട് നമ്മൾ ഗംഗാ സമതലത്തെ പറയുന്നുണ്ട്. പഞ്ചാബ് ഹരിയാന പ്ലെയിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു പ്ലെയിനിൻ്റെ സവിശേഷത ചോദിക്കാനുള്ള സാധ്യത നമുക്കൊരു 99.99% പറയാം. എന്തായാലും ഏതെങ്കിലും ഒരു പ്ലെയിൻ, ചിലപ്പോൾ എല്ലാ പ്ലെയിനും ചോദിച്ചേക്കാം, എന്തായാലും ഒരു പ്ലെയിൻ ഉറപ്പാണ്. അപ്പം എനിക്ക് സാധ്യത കൂടുതലായിട്ട് തോന്നുന്നത് നമ്മുടെ ഏറ്റവും എളുപ്പത്തിൽ ചോദിക്കാൻ പറ്റുന്ന താർ മരുഭൂമിയെക്കുറിച്ച് ഒരു ചോദ്യം വരുന്നുണ്ട്. താർ മരുഭൂമിയുടെ 2 ഭാഗങ്ങൾ ഏതെല്ലാം? യെസ്, വാട്ട് ആർ ദ ഡിവിഷൻസ് ഓഫ് താർ ഡെസേർട്ട് എന്ന് ചോദിക്കാം. 2 സിഗ്നിഫിക്കൻറ്റ് റീജിയൻസ് ഓഫ് താർ ഡെസേർട്ട് ഏതൊക്കെയാ? മരുസ്ഥലിയും രാജസ്ഥാൻ ബാഗറും. മരുസ്ഥലിയും ബാഗറും. ആക്ച്വൽ ഡെസേർട്ട് എന്ന് പറയുന്നത് മരുസ്ഥലിയാണ്. യഥാർത്ഥ മരുഭൂമി എന്ന് പറയുന്നത് മരുസ്ഥലി എന്ന് പറയും, മരുസ്ഥലി. ഓക്കെ, ഇനി അർദ്ധവരണ്ട സമതലമുണ്ട്, അതാണ് ബാഗർ എന്ന് പറയുന്നത്, അർദ്ധവരണ്ട സമതലം. ഇതിൻ്റെ മാപ്പ്, കാര്യങ്ങൾ, ഇതിൻ്റെ ഭൂപടം, ഇത് എവിടെയാണ്, ഇതിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ്, ഇവിടുത്തെ ഉപ്പുജല തടാക സർഗോൾ ലേക്കും ദുവാന ലേക്കും തടാകങ്ങൾ ഏതൊക്കെയാണ്, ഓക്കെ, ഇതിങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, നൈറ്റ് 7 മണിക്ക് ഡിസ്കസ് ചെയ്യണം. എല്ലാവരും അങ്ങോട്ട് വരാം, ഉഷാറാക്കണം. ഓക്കെ,
അടുത്തത് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 3 സോൺസ് ഫ്രം നോർത്ത് ടു സൗത്ത്. അതായത് മുകളിൽ നിന്ന് താഴേട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ നമ്മുടെ പ്ലെയിൻ ആണെങ്കിൽ സമതലമാണെങ്കിൽ സമതലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഒരു പ്രത്യേകത ഉണ്ട്, നടുഭാഗത്ത് വേറെ പ്രത്യേകത, താഴെ ഭാഗത്ത് വേറെ പ്രത്യേകത. അങ്ങനെ മൂന്നായിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മൂന്നായിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യാം. ഒന്നാമത്തെ ഡിവിഷൻ, രണ്ടാമത്തെ ഡിവിഷൻ, 3. ഈ 3 ഡിവിഷൻസ് ഉണ്ട്. ആ 3 ഡിവിഷൻസ് ഏതൊക്കെയാണെന്നാണ് അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ലിസൺ, നെയിം ദം. വടക്ക് നിന്ന് തെക്കോട്ട് ഉത്തരേന്ത്യൻ സമതലത്തെ 3ആയിട്ട് തിരിക്കാം. അവ ഏതെല്ലാം ഞാനൊന്ന് പറഞ്ഞുതരാം ഏതൊക്കെയാണ്. ആദ്യത്തെ എന്ന് പറയുന്നത് ബാബർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ബാബർ, ഓക്കെ, നമ്മുടെ ബാബർ പഴയൊരു ചക്രവർത്തിൻ്റെ മൂപ്പരല്ലിട്ട് ബാബർ. ഓക്കെ, അതുപോലെ അടുത്തതാണ് ടെറായി എന്ന് പറയും. ടെറായി എന്താണ്? ടൊറായി അല്ല, ടെറായി ഫസ്റ്റ് അല്ലേ. ടെറായി എന്ന് പറയാം. ടെറായി എന്ന് പറയും. ലാസ്റ്റ് വൺ ആണ്, യെസ്, ഓർമ്മണ്ടോ, അലൂവിയൽ പ്ലെയിൻ. ഓക്കെ, അലൂവിയൽ പ്ലെയിൻ. ഇനി ഇതിൻ്റെ പ്രത്യേകത ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഓക്കെ, ഡൺ. ഇതാണ് ഇപ്പം നമ്മുടെ ഹിമാചൽ ശിവാലിക് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ഇൻഡോ ഗാഞ്ചറ്റിക് ബ്രഹ്മപുത്ര പ്ലെയിൻ. ഇതാണ് സമതലം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ രൂപീകരണം ഒന്നും നിങ്ങൾ വല്ലാണ്ട് നോക്കണ്ട. സമതലം ഇതാ ഇവിടെയുണ്ട്. ഓക്കെ, ഈ സമതലത്തിനെ തന്നെ നമുക്ക് 3ആയിട്ട് തിരിക്കാമെന്ന് പറയുന്നത്. ഇതിൻ്റെ ഏറ്റവും ആദ്യത്തിലുള്ള ഈ ഒരു ഭാഗത്തിന് നമ്മൾ പറയുന്ന പേര്, ഇവിടെ ഈ ഒരു തുടക്ക ഭാഗത്തിന് നമ്മൾ പറയുന്ന പേരാണ് ബാബർ എന്ന് പറയും. ബാബർ. ഈ ബാബർ എന്ന് പറയുന്ന ഭാഗത്തിൻ്റെ പ്രത്യേകത അവിടെ മൊത്തം കല്ലുകളായിരിക്കും, പെബിൾസ്, കല്ലുകളുള്ള ഒരു ഭാഗമാണ്. അതിനടിയിലൂടെയാണ് നദി പോകുക, അതിൻ്റെ താഴെ ഭാഗത്തു കൂടിയാണ് നദികൾ ഒഴുകുക. ഇനി ഇവിടെ എത്തുമ്പോൾ ഒരു ചതുപ്പ് നിലമാവും, ഒരു മാർഷി ലാൻഡ്, ചതുപ്പ് പോലുള്ള മാർഷി ലാൻഡ് കാണാം, വെള്ളക്കെട്ടുകൾ നിറഞ്ഞ്. ആ ഭാഗത്തിന് പറയുന്ന പേരാണ് ടെറായി ഭാഗം. ടെറായി എന്നാണ് പറയുക, ടെറായി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ അലുവിയൽ പ്ലെയിൻ എന്ന് പറയുന്ന സമതലമുള്ളത്. നമുക്കത് കറക്റ്റ് ഒന്ന് നോക്കാം. ഇപ്പോൾ ഹിമാലയത്തിൽ നിന്ന് ഇറങ്ങി ആദ്യം തന്നെ കാണുന്ന ഭാഗത്തിന് പറയുന്ന പേരെന്താ? ബാബർ. കൊടുത്തിട്ടുണ്ടോ? ബാബർ എന്നാണ് പറയുന്നത്. ബാബർ. അയ്യോ, ആ ബാബർ അല്ലട്ടോ, ഈ ബാബർ ആട്ടോ, സോറി, ഇത് അക്ഷരത്തിട്ടുണ്ടതിനും വിട്ടേക്കാം. ഓക്കെ, ബാബർ. ഇനി ബാബർ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ടെറായി റീജിയനാണ്. ടെറായി എന്ന് പറയുന്നത് മാർഷി ലാൻഡാണ്, ചതുപ്പ് നിലമാണ്, ചതുപ്പ്. അതായത് ഈ ബാബറിൽ ഇതിൻ്റെ അടിയിലൂടെയാണ് നദി പോവുക. നദി ഒഴുകുന്നത് ഈ പറഞ്ഞ ബാബറിൻ്റെ താഴെ ഭാഗത്ത് കൂടെ ആയിരിക്കും. എന്നിട്ട് നേരെ ഈ ടെറായിൽ പോയിട്ടാണ് നദി പൊന്തുന്നത്. അപ്പോൾ അവിടെ ഫുൾ വെജിറ്റേഷൻ ആയിരിക്കും, നാച്ചുറൽ വെജിറ്റേഷൻ, നൈസർഗിക സസ്യജാലങ്ങളൊക്കെ കൂടുതലുള്ള ഭാഗമായിരിക്കും. ഇനി അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അലൂവിയൽ പ്ലെയിൻ. നദി ഒന്ന് വലുതാകുന്ന സമയത്താണ് നമുക്ക് എക്കൽ സമതലങ്ങൾ കാണാൻ പറ്റുക, അലുവിയൽ പ്ലെയിൻസ്. അലുവിയൽ പ്ലെയിൻസിനെ തന്നെ നമുക്ക് 2ആയിട്ട് തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഖാദർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്, അതുപോലെ ബങ്കർ എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഖാദറും ബങ്കറും. ഓക്കെ, ഏതൊക്കെയാണ്? ഖാദറും ബങ്കർ. മറ്റേ നമ്മുടെ നാട്ടിലെ ഖാദർ ആൻഡ് ഖാദറിൻ, ആ ഖാദറല്ല, ഖാദർ ബങ്കർ എന്നാണ് പറയാം. അപ്പോൾ ഈ ഖാദർ എന്ന് പറയുന്നത് ന്യൂ അലുവിയൽ സോയിലാണ്, പുതിയ എക്കൽ മണ്ണ്. ബങ്കർ എന്ന് പറയുന്നത് ഓൾഡ് ആണ്, ഒന്ന് പുതിയതാണ്, ഒന്ന് പഴയതാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സും നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കണം. അപ്പോൾ ഈ ഡിവിഷൻസ് നോക്കാം. ഈ ഡിവിഷൻസ് എങ്ങനെയാണ് ചോദ്യങ്ങൾ വരിക വെച്ചാൽ ചിലപ്പോൾ ചിത്രം തന്ന് എന്ത് ചെയ്യാൻ പറയും, ഇതേതാണ് എ, ഇതേതാണ് ബി, എന്താണ് സി, എന്താണ് ഡി, എന്താണ്, ഇങ്ങനെ ചോദിക്കാം. ഓക്കെ, അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ പ്രത്യേകത ചോദിക്കാം. ഈ ഡിവിഷൻസ് മാത്രമായിട്ട് 2 മാർക്കിനോ 3 മാർക്കിനോ ചോദിക്കാം. ഇങ്ങനെ പല രീതിയിൽ ചോദ്യങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തുതന്നെ ആയാലും ഇതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഒരു ഹിമാലയത്തെ തൊട്ട് താഴെയായിട്ടുള്ള പ്ലെയിൻസ്, സമതലങ്ങളുടെ നോർത്ത് ടു സൗത്ത് ഡിവിഷൻസ്. അപ്പോൾ ഈ ഭാഗങ്ങളൊന്നും എൻ്റെ കുഞ്ഞുമക്കൾ നോക്കാണ്ട പോകരുത്. ബാക്കി കഥകൾ ഇന്ന് രാത്രി 7 മണിക്ക്, 7 മണിക്ക് അല്ലെങ്കിൽ 7 മണിക്ക് നമ്മൾ സൊല്ലട്ടുമാ പറയും. ഓക്കെ, അപ്പോൾ അവിടെ എല്ലാവരും വരിക, ഫ്രണ്ട്സിനെയും കൂട്ടിയൊക്കെ അങ്ങ് വരിക, നമുക്ക് ഉഷാറാക്കണം. അപ്പോൾ 100% ഞാൻ തീർച്ചയായിട്ടും ഉറപ്പിച്ച് പറയുകയാണ്, നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ 3 ലൈവുകളാണ് പ്രധാനമായിട്ടുള്ളത്. സാറ്റർഡേ നൈറ്റ് 7 മണിക്കൊരു ലൈവ് ഉണ്ട്, സൺഡേ നൈറ്റ് ഞായറാഴ്ച രാത്രി 7 മണിക്കുണ്ട്, അതുപോലെ മൺഡേ നമ്മുടെ പരീക്ഷയുള്ള അന്ന് രാവിലെ 6 AM ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. നിങ്ങൾ ഈ 3 ലൈവും കണ്ടാൽ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് A+ കിട്ടും. ഈ 3 ലൈവും കണ്ടാൽ മാത്രം പോരാ, അത് പഠിക്കുകയും കൂടെ വേണം. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഓക്കെ, ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾക്ക് A+ ഉണ്ടായിരിക്കും. 100% ഞാൻ ഉറപ്പ് പറയണം, ഏറ്റവും മിനിമം 100% നിങ്ങൾക്ക് A+ തന്നെ കിട്ടും. ആ ബാക്കി കഥകൾ നമുക്ക് അവിടെ പറയാം. ബൈ, സീ യു സൂൺ മക്കളെ.